സ്പോർട്സ് പിച്ചിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. സഞ്ജു കളി കഴിഞ്ഞ് സഞ്ജുവിന് മാൻ ഓഫ് ദ മാച്ചും സൂപ്പർ സിക്സ് അവാർഡും എല്ലാം കിട്ടി. സഞ്ജുവിനെ ഇയാൻ ബിഷപ്പ് സഞ്ജുവിനോട് സംസാരിക്കുമ്പോൾ സഞ്ജു പറഞ്ഞത് ടീമിന്റെ വിജയമാണ് പേഴ്സണൽ മൈൽ സ്റ്റോണുകളെക്കാൾ സഞ്ജു പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു ടീം മാനാണ് സഞ്ജു. ടീം വിജയിക്കുക എന്നുള്ളത് കൊണ്ടാണ് അവസാനം വരെ പോരാടിയത്. കാരണം വളരെ യങ് ആയിട്ടുള്ള ഒരു ടീമാണ്. ആ യങ് ആയിട്ടുള്ള ടീമിലെ വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ സഞ്ജു സാംസൺ ആണ്. അപ്പോൾ സഞ്ജു സാംസൺ ഉത്തരവാദിത്തങ്ങൾ ഏറെയാണ്. അപ്പോൾ ആദ്യത്തെ 3 കളി തോറ്റതിന് ശേഷം ആ യങ് പ്ലെയേഴ്സ്, പ്രത്യേകിച്ച് നൂറ് അതുപോലുള്ള പ്ലെയേഴ്സൊക്കെ ഭയങ്കരമായി അഗ്രസീവായിട്ട് തിരിച്ചു വരണം എന്ന് പറഞ്ഞ് വളരെ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ സഞ്ജുവിൻ്റെ എക്സ്പീരിയൻസും അതോടൊപ്പം തന്നെ കൂടിച്ചേരുക എന്നുള്ളൊരു മാന്ത്രികമായ പ്രോസസ്സിലൂടെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് കടന്നു പോകുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിനെ കംബാക്ക് സൂപ്പർ കിങ്സ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അതുകൊണ്ട് ഇയാൻ ബിഷപ്പ് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത്രത്തോളം കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് കളിക്കാൻ പറ്റുന്നത്. അത് എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ്. അത്ര എക്സ്പീരിയൻസ് കൊണ്ടാണ് സഞ്ജുവിന് അങ്ങനെ കളിക്കാൻ സാധിക്കുന്നത്. കാരണം മറുഭാഗത്ത് വിക്കറ്റുകൾ തുടരെ പോകുമ്പോൾ 20 ഓവറും താൻ നിൽക്കണം എന്നൊരു ചിന്ത സഞ്ജുവിനുണ്ടായിരുന്നു. ആ 20 ഓവറും സഞ്ജു നിന്നതിൻ്റെ പരിണിത ഫലമായിട്ടാണ് CSKക്ക് ഇത്തരത്തിലൊരു റൺസ് ടാർഗറ്റ് വയ്ക്കാനും ആ ടാർഗറ്റിൽ മുംബൈ ഇന്ത്യൻസിനെ കൊടുക്കാനും സാധിച്ചത്. കാരണം മിനിമം ഒരു 10 റൺസ് മേലെയെങ്കിലും ഒരു ഓവറിൽ അടിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് കൊണ്ടാണ് മുംബൈ ഇന്ത്യൻസിന് പ്രഷർ കൂടിയത്. അല്ലെങ്കിൽ സഞ്ജുവിൻ്റെ ആ 100 റൺസ് ഇല്ലെങ്കിലുള്ള അവസ്ഥ ചിന്തിച്ചു നോക്കി. അവരുടെ പ്രഷർ വളരെ കുറഞ്ഞ് ഈസി ആയിട്ട് ജയിക്കുക എന്നുള്ള നിലയിൽ അവർ കളിച്ചേനെ. പക്ഷെ ഇതല്ല, പവർ പ്ലേ ആകെ മൊത്തത്തിൽ പാളിപ്പോയി. അഖേല ഹുസൈനൊക്കെ തകർത്തെറിഞ്ഞു മുംബൈ ഇന്ത്യൻസിനെ. അങ്ങനെ പവർ പ്ലേ പാളിപ്പോയത് കൊണ്ട് തന്നെ പിന്നീട് എപ്പോഴും മുംബൈ ഇന്ത്യൻസിൻ്റെ കയ്യിൽ നിന്ന് CSKയുടെ കൈകളിലേക്ക് കളി മാറിയിരുന്നു. പിന്നെ തിലക് വർമ്മയും അതോടൊപ്പം തന്നെ സൂര്യകുമാർ യാദവും ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും ആ പാർട്ട്ണർഷിപ്പ് ഒന്നും പോരാതെ വന്നു. കാരണം അത്രത്തോളം മികച്ച റൺ റേറ്റ് അവർക്ക് വേണമായിരുന്നു. അങ്ങനെ രണ്ടുപേരെയും തുടരെ വിക്കറ്റുകൾ നഷ്ടമായപ്പോൾ പൂർണ്ണമായും പിന്നെ CSK ആധിപത്യം സ്ഥാപിച്ച് ഒരു 103 റൺസിന്റെ ചരിത്ര വിജയമാണ് സമ്മാനിച്ചത്. സഞ്ജു സാംസൺ എന്ന കളിക്കാരൻ എന്തുകൊണ്ട് CSKയുടെ മുഖമായി മാറുന്നു എന്നതിനുള്ള മുഖമുദ്രയാണ് ഈ വരുന്ന ഇന്നിങ്സുകളെല്ലാം. സഞ്ജു സാംസൺ ധോണിയുടെ ഒരു പിൻതലമുറക്കാരൻ എന്നുള്ള നിലയിൽ ഏറ്റവും സാറ്റിസ്ഫൈങ് ആയ ഒരു തീരുമാനത്തിലേക്കാണ് CSK ആരാധകരും എത്തുന്നത്. സഞ്ജു സാംസണിന്റെ വരവോടുകൂടി, അതായത് MS ധോണിയുടെ ആ ഒരു പ്രതാപം, ആ ഒരു ലെഗസി കണ്ടിന്യൂ ആവുന്നു എന്ന കാഴ്ച വളരെ ആത്മവിശ്വാസത്തോടു കൂടിയും ഉള്ളിൽ ചെറിയ ദുഃഖത്തോടെയും സന്തോഷത്തോടെയും എല്ലാമാണ് ആരാധകർ നോക്കിക്കാണുന്നത്. MS ധോണി അപ്രഖ്യാപിതമായി വിരമിച്ചു എന്നും കേൾക്കുന്നുണ്ട്. എന്നിരുന്നാലും MS ധോണി ഒരു കളിയിലെങ്കിലും കളിക്കും എന്ന് വിചാരിച്ചാണ് ആരാധകർ ഇരിക്കുന്നത്. പിന്നെ MS ധോണി വിചാരിക്കുന്നത് ചിലപ്പോൾ താൻ വരുന്നത് കൊണ്ട് ഒരാളെ മാറ്റേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണ്ടല്ലോ എന്നൊക്കെ ആയിരിക്കും. എന്നിരുന്നാലും ഇന്നലെ ഡഗ്ഔട്ടിൽ രോഹിത് ശർമ്മയും ഇരിക്കുന്നതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഫീലിംഗ് ആയി. കാരണം ഹർദിക് പാണ്ഡ്യ ഒട്ടും പോരാ. മുംബൈ ഇന്ത്യൻസിനെ പൊക്കിക്കൊണ്ടുവരാൻ ഹർദിക് പാണ്ഡ്യക്ക് പറ്റുന്നില്ല. ആ രോഹിത് ശർമ്മയുടെ ഒക്കെ ഒരു മുഖം, മലിംഗ, മഹേള ജയവർദ്ധൻ, ഇവരുടെയൊക്കെ മുഖം കാണുമ്പോൾ, പൊള്ളാട്, ഇവരുടെയൊക്കെ മുഖം കാണുമ്പോൾ നമുക്ക് വളരെ വിഷമമുണ്ട്. കാരണം എങ്ങനെ ഇരുന്ന ടീമാണ് ഇങ്ങനെ ആകുന്നത് എന്നുള്ളതാണ്. എത്ര താഴ്ചയിൽ നിന്നും ഉയർന്നു വന്ന ടീമാണ് മുംബൈ എന്നുകൂടി ഓർക്കണം. അപ്പോൾ CSKയുടെ ഒരു ബ്രാൻഡ് അംബാസിഡർ, CSKയുടെ ഒരു അനിഷേധ്യനായ പോരാളി, ഒരു രാജാവായി സഞ്ജു സാംസൺ മാറുന്നത് മലയാളികൾ ആവേശത്തോടെയാണ് ഉറ്റുനോക്കുന്നത്. ഇന്നലെ ഇലക്ഷൻ കൂടിയായിരുന്നു തമിഴ്നാട്ടിൽ. വിജയടക്കം പങ്കെടുക്കുന്ന ആ ഒരു പോരാട്ടത്തിൻ്റെ ആ ഒരു ഇലക്ഷൻ ഡേ, വോട്ടിംഗ് ഡേ ആയിരുന്നു ഇന്നലെ. ആ വോട്ടിംഗ് ഡേയിൽ തന്നെ ഈവനിങ് ആയപ്പോൾ CSK ഫാൻസിന് ഒരു ഗംഭീര ട്രീറ്റ് സഞ്ജുവും പിള്ളേരും നൽകിയത്. ഒരു വലിയ ആവേശത്തിലാണ് ഇപ്പോൾ. റീൽസൊക്കെ നിറയുകയാണ് റീൽസൊക്കെ. സഞ്ജു സാംസനെ പുകഴ്ത്തിക്കൊണ്ടും അഖേല ഹുസൈനെ പുകഴ്ത്തിക്കൊണ്ടും, അഖേല ഹുസൈൻ്റെ ആ ഒരു സെലിബ്രേഷനൊക്കെ, ബൗളിംഗ് വിക്കറ്റ് എടുത്തതിന് ശേഷമുള്ള സെലിബ്രേഷനൊക്കെ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ എന്നിരുന്നാലും സഞ്ജു സാംസൺ എന്ന പ്ലെയർ എത്രത്തോളം CSKക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. CSK എന്ന് പറഞ്ഞാൽ സഞ്ജു സാംസൺ ചേട്ടൻ സൂപ്പർ കിങ്സ് എന്ന് ആയി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. സഞ്ജു സാംസണിൻ്റെ മാതാപിതാക്കളും ഫാൻസും എല്ലാവരും വളരെ ആവേശത്തോടുകൂടിയാണ് ഈ ഒരു നിമിഷങ്ങളെ ഉറ്റുനോക്കുന്നത്. സന്തോഷത്തോടുകൂടി, അഭിമാനത്തോടു കൂടിയാണ്. കാരണം ഒരുപാട് നാളുകൾക്ക് കാത്തിരിപ്പിന് ശേഷമാണ് സഞ്ജു ഇത്തരത്തിലൊരു കളി കളിക്കുന്നത്. ഇപ്പോൾ സഞ്ജുവിൻ്റെ പ്രൈം ടൈം ഇതാണെന്ന് തന്നെ പറയാം. അത്രത്തോളം സഞ്ജു കാത്തിരുന്നിട്ടുണ്ട്. ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിൽ മഹേന്ദ്ര സിംഗ് ധോണി, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് സാക്ഷാൽ സഞ്ജു സാംസണ് തന്നെയാണ്. സഞ്ജു വിശ്വനാഥ് സാംസണ് തന്നെയാണ്, ഒരു സംശയവുമില്ല. എല്ലാവരാലും റെസ്പെക്ട് ചെയ്യപ്പെടുന്ന ഒരു ക്രിക്കറ്ററായി സഞ്ജു ഇതിനോടകം മാറിയിരിക്കുന്നു.
അതിന്റെ തെളിവാണ് സഞ്ജുവിന്റെ സെഞ്ചുറിക്ക് ശേഷം മുംബൈ ഇന്ത്യൻസിലെ ഒട്ടുമിക്ക ലെജൻസും വന്ന് സഞ്ജുവിനെ കൺഗ്രാജുലേറ്റ് ചെയ്തത്. സ്പോർട്സ് പിച്ചിന്റെ പ്രേക്ഷകരായ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ എങ്ങനെയാണ് സഞ്ജുവിന്റെ ഈ ഒരു കരിയറിനെ അല്ലെങ്കിൽ ഈ ഒരു പ്രകടനങ്ങളെ വിലയിരുത്തുന്നത്? സി എസ് കെക്ക് സഞ്ജു എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? സി എസ് കെ എന്നുള്ളത് ചേട്ടൻ സൂപ്പർ കിങ്സ് ആയി മാറുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, നല്ലൊരു വീക്കെൻഡ് ആസ്വദിക്കുക. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.